2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, 3 എന്നിവ ശരിയാണ്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റുകളിൽ ഏതിനാണ് കാന്തിക പ്രേക്ഷണത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം കാണിക്കുന്നത്? N-ഉം L-ഉം സെയിം ആയതാണ്. ആൻസർ 2ഉം 4ഉം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോഏട്രിയൽ നോഡ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിന് സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം വിറ്റമിൻ ഡി. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് വിഘടനം. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ഇവിടെ N-ഉം O-യും തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം O ആണ് വരേണ്ടത്. അപ്പോഴാണ് അയോണീകരണ ഊർജത്തിന്റെ ആരോഹണക്രമം ആവുക. ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന: ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? IgM. ലാറ്റിറ്റ്യൂഡനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. ഒനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ സംവിധാനം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് PMJ. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് രശ്മികളേക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. ഊർജ്ജം അൾട്രാവയലറ്റ് രശ്മികൾക്കാണ് കൂടുതൽ. എക്സ്റേക്ക് ഗാമ കിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. ആ പ്രസ്താവനയും ശരിയാണ്. എക്സ്റേക്കാണ് തരംഗദൈർഘ്യം കൂടുതൽ. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം 200 kW/h ആണെങ്കിൽ ആകെ ഊർജ്ജത്തിന്റെ അളവ് ജൂളിൽ എത്ര? 72 × 10⁻⁷ ജൂൾ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 4 എന്നിവ ശരിയാണ്. നൈട്രജൻ തന്മാത്രകൾക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നൈട്രജൻ തന്മാത്രകൾക്ക് ഓക്സിജൻ തന്മാത്രകളേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. ഒരു ടാപ്പിന്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം പ്രതലബലം. 2025 ജനുവരി 16-ന് ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. സ്പേഡെക്സ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. ചന്ദ്രയാൻ 3-ലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? സൾഫർ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ: 2, 3 എന്നിവ ശരിയാണ്. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ കിരണത്തിന്റെ ആവൃത്തിയിൽ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകുന്നു. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ തീവ്രതയിൽ വർധനവ് കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകുന്നു. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിന്റെ ചലനത്തെക്കുറിച്ച് ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വേഗത സ്ഥിരമാണ്, പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. ഇന്ത്യയിൽ ആദ്യമായി DOPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ട് താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ്. താഴെ പറയുന്നവയിൽ ഏത് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗമല്ലാത്തത്? അഡിസൺസ് രോഗം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല? കൊല്ലം. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലിറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗലേറി. വിറ്റമിൻ B1 തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവയിൽ പ്രകടിപ്പിക്കുന്നത് ബെറിബെറി. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു?
ലെന്റിവൈറസ്. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. താഴെ പറയുന്ന ആൽക്കലോയിഡുകളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? 2, 4 എന്നിവ ശരിയല്ല. ഹെംലോക്ക് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡ് കോനൈൽ ആണ്. മോർഫിൻ ഒരു ഫിനാൻത്രീൻ ആൽക്കലോയിഡാണ്. ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണുന്ന അളവ് എത്രയായിരിക്കും? 10 ന്യൂട്ടണിൽ താഴെയായിരിക്കും. എന്നാൽ അത് 0 ആവില്ല. കാരണം 0 എന്ന് പറഞ്ഞാൽ അവിടെ ഭാരം ഇല്ല എന്നാണ് അർത്ഥം. ഇവിടെ 10ൽ താഴെയുള്ളത് 0 അല്ലാത്തത് 6 ന്യൂട്ടൺ ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണത്തിന് അടയാളപ്പെടുത്തിയത്? NVS-02. ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം അലൂമിനിയം. 30 കിലോ പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോ പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം F ആണെങ്കിൽ 30 കിലോ പിണ്ഡമുള്ള വസ്തു 60 കിലോ പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും? F. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം D. താഴെ പറയുന്നവയിൽ അർബുദരോഗ ലക്ഷണമല്ലാത്തത്. വേഗത്തിൽ ശരീരഭാരം കൂടുന്നു എന്നത് അർബുദരോഗ ലക്ഷണമല്ല, കുറയുകയാണ് ചെയ്യുക. നിരന്തരമായ ചുമ, സ്തനത്തിലെ തടിപ്പുകൾ, മുഴകൾ, നിറം മാറുകയോ വലുതാവുകയോ ചെയ്യുന്ന മറുകുകളോ പുള്ളികളോ. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം മാർച്ച് 4. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ട രാജ്യം ടാൻസാനിയ. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണയായ സങ്കീർണത ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? മാൻഡോക്സ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം 126. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ട്രിഷിയം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ബോയിൽ നിയമം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം രണ്ടും എതിർദിശയിലാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോ പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? 100 ന്യൂട്ടൺ. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ശൈലി. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് HIV. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? 1 × 10⁻³ m. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തുന്നത്? കേശികത്വം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്-റേ പോളിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്-റേ പോളിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കളാണ് എക്സോപ്ലാനറ്റുകളും ധൂമകേതുക്കളും. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറയിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം 45 ഡിഗ്രി കോണളവിൽ അടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഫീമെയിൽ അനോഫിലസ് കൊതുക്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലം ബ്ലാക്ക് വാട്ടർ. താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഹ്യൂമൺ കോറിയോണിക്
ഗൊണാഡോട്രോപ്പിൻ. ജലദോഷത്തിൻ്റെ വൈറസ് റൈനോ വൈറസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം ഗൗട്ട്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നിസ് ടിറ്റോ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് കലാമിൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതയല്ലാത്തത് സ്ഥിരമായ ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്നത് സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതയല്ല. എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. ഒരു ബസിൽ റിയർവ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണെങ്കിൽ വക്രത ആരം 1.2 മീറ്റർ. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? പാലിനാണ് pH മൂല്യം കൂടുതൽ. ഗ്രഫീൻ എന്താണ്? കാർബണിൻ്റെ ഒരു അലോട്രോപ്പ്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് വിറ്റമിൻ സി നഷ്ടപ്പെടാതിരിക്കാൻ. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. രണ്ടും ശരിയാണ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടത് നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നത് എന്നത് തെറ്റാണ്. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ലിംഫ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ. 14 ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഹെൻറി മോസ്ലി ആണ് ആധുനിക പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഏണസ്റ്റ് റുദർഫോർഡ്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർഷിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂള്. വായുവിലൂടെ പകരുന്നവ ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, 5-ാം പനി, ക്ഷയം, കോവിഡ്-19, വില്ലൻ ചുമ. ജലത്തിലൂടെ പകരുന്നതാണ് കോളറ, ടൈഫോയിഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതു സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? ബ്രയോഫൈറ്റ. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് 270 മുതൽ 280 ദിവസം വരെ. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏതു ഹോർമോൺ ആണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? മെലാറ്റോണിൻ. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കമായാൽ, ഭൂമിക്കു ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും ഗതികോർജം -E/2 ആകെ ഊർജം E/2. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിൽ ഏതാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായവ. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0 ആണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ്. പ്രവേഗം 0 ആയാൽ ത്വരണം 0 ആയിരിക്കും എന്നത് തെറ്റാണ്. താഴെ പറയുന്നവയിൽ ഏത് അയിരിനാണ് ശക്തമായി ചൂടാക്കിയാൽ ലോഹം വേർതിരിച്ചെടുക്കുന്നത്? സിന്നബാർ. 6 കിലോ മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എല്ലായിടത്തും 6 കിലോ ആണ്. ഭാരമാണ് മാറുക. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡമാണ്. അത് എവിടെ ചെന്നാലും സെയിം തന്നെയായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ പെർ സെക്കൻഡ് ആണ്. കിലോവാട്ട് അവർ, എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ
kcal/s² എന്നിവയെല്ലാം ഊർജത്തിന്റെ യൂണിറ്റുകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഭീമ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകരമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റമിൻ B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയയുടെ ഉപോൽപ്പന്നമാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറ് ഉണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്.